ഇന്റർവെല്ലിന് പള്ളിയിൽ പോകണമെന്ന വ്യാജേന ഞാൻ അമ്മയുടെ സ്റ്റാഫ് റൂമിന്റെ മുമ്പിൽ കൂടെ പോകും. എനിക്ക് ഉറപ്പാണ് ഏതെങ്കിലും സിസ്റ്റർ തന്നെ കണ്ടാൽ ജോസ്പ് ഇങ്ങോട്ട് വന്ന സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ട് ഒരു കേക്ക് തരും. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു കന്യാസ്ത്രീയിൽ നിന്ന് അനുഭവിക്കുന്നത് കൈൻഡ്നസ് ആണ്. നമ്മുടെ ഒരു വളർന്നു വരുന്ന പ്രായത്തിൽ നമുക്കിങ്ങനെ വിളിച്ച് അതിന് കൊടുത്തോ ടീച്ചർ അതിനെന്താന്ന് പറഞ്ഞ് ആ ഒരു സ്നേഹവും കരുണയും എന്നിൽ രൂപീകരിച്ചുള്ള ചില നന്മകളുണ്ട് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. സിസ്റ്റേഴ്സാണ് എന്നോട് നമുക്ക് വേണമെങ്കിൽ അച്ഛനായാലോ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു തോട്ടൊക്കെ തന്നിട്ടുള്ളത്. സോ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. ശബ്ദം കൊണ്ട് തിരിച്ചറിയപ്പെടുക, പേരുകൊണ്ട് തിരിച്ചറിയപ്പെടുക. ഈ ഒരു അഡ്രസ്സിലേക്ക് ആൾ അന്വേഷിച്ച് വരുന്നത് പിൻകോഡ് വെച്ചിട്ടല്ല, എൻ്റെ പേരുകൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റുക വളരെ കുറച്ച് ആളുകൾക്കാണ്. അങ്ങനെ ഒരാളാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. ഞാൻ റീനു. എൻ്റെ കൂടെയുള്ള ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജോസഫ് അണ്ടൻകുട്ടി ജോസഫാണ്. ജോസഫ്, വെൽക്കം. ഹായ്, താങ്ക് യു. ഞാനും ജോസഫും തമ്മിലുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മൾ രണ്ടുപേരും CMC സഭയിലെ അധ്യാപകരുടെ മക്കളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനത്തെ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ എൻ്റെ അമ്മ പഠിപ്പിക്കുകയും അവിടെ നിന്ന് കിട്ടിയ മൂല്യങ്ങളൊക്കെ എന്നെ ഒരുപാട് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജോസഫിന് അങ്ങനെ ആ അമ്മ അവിടെ പഠിപ്പിച്ചതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയ അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഞാൻ 1ാം ക്ലാസ് തുടങ്ങി 4ാം ക്ലാസ് വരെ അമ്മയോടൊപ്പമാണ് അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളിലേക്ക് പോയത്. 2 സ്കൂൾസ് ഉണ്ട്. ഒരു LP സ്കൂൾ, UP ഉണ്ട്. LPയിലാണ് ഞാൻ പഠിക്കുന്നത്. UPയിലെ ടീച്ചറാണ് അമ്മ. അപ്പോൾ അമ്മയോടൊപ്പം രാവിലെ സ്കൂളിലേക്ക് പോകുന്നു, ക്ലാസ് കഴിയുമ്പോൾ അമ്മയോടൊപ്പം തിരിച്ചു വരുന്നു. ഈ അവിടുത്തെ ടീച്ചറുടെ മകനായതുകൊണ്ട് തന്നെ ഈ UP സ്കൂളിൻ്റെ ഭാഗത്താണ് ഒരു ചാപ്പൽ ഉള്ളത്. ഞാൻ ഇന്റർവെല്ലിന് പള്ളിയിൽ പോകണമെന്ന വ്യാജേന ഞാൻ അമ്മയുടെ സ്റ്റാഫ് റൂമിൻ്റെ മുമ്പിൽ കൂടെ പോകും. അപ്പം എനിക്ക് ഉറപ്പാണ് ഏതെങ്കിലും സിസ്റ്റർ തന്നെ കണ്ടാൽ ജോസ്പ് ഇങ്ങോട്ട് വന്നവർ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ട് ഒരു കേക്ക് തരും. അമ്മ വിളിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഈശോയെ കാണാൻ എന്ന് പറഞ്ഞ് പറ്റിച്ച് പോയ എന്നെ എനിക്ക് അതിൽ കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നത് സിസ്റ്റേഴ്സിലായിരുന്നു. ഈ സിസ്റ്റേഴ്സ് വിളിച്ചിട്ട് ലഡു ഉണ്ട്, കാരണം സ്റ്റാഫ് റൂമിൽ ആരും ബർത്ത്ഡേ ആയിരിക്കും. ചിലപ്പോൾ വല്ലപ്പോഴും ഒരു ടീയോ വടയുണ്ടോ ഇത് തരാൻ വേണ്ടി എന്നെ സിസ്റ്റേഴ്സ് വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു കന്യാസ്ത്രീയിൽ നിന്ന് അനുഭവിക്കുന്നത് കൈൻഡ്നസ് ആണ്. നമ്മുടെ ഒരു വളർന്നു വരുന്ന പ്രായത്തിൽ നമുക്കിങ്ങനെ വിളിച്ച് അതിന് കൊടുത്തോ ടീച്ചർ അതിനെന്താന്ന് പറഞ്ഞ് ആ ഒരു സ്നേഹവും കരുണയും എന്നിൽ രൂപീകരിച്ചുള്ള ചില നന്മകളുണ്ട് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. പിന്നെ അമ്മ ജോലിയെടുത്തുണ്ടാക്കിയ പൈസ നമ്മുടെ കുടുംബത്തെ ബിൽഡ് ചെയ്യുന്നതിൽ വലിയൊരു ഭാഗമായിരുന്നു. പിന്നെ ആ സ്ഥാപനത്തിൽ ആനുവൽ ഡേക്കൊക്കെ ടീച്ചേഴ്സിൻ്റെ മക്കളെയും വിളിക്കും. ഞാൻ വേറെ സ്കൂളിലാണ് പഠിക്കണമെങ്കിലും ആനുവൽ ഡേക്ക് അമ്മയെ കാണാൻ വരുമ്പോൾ അന്ന് സിസ്റ്റേഴ്സ് എല്ലാവരും വരും. സിസ്റ്റേഴ്സാണ് എന്നോട് നമുക്ക് വേണമെങ്കിൽ അച്ഛനായാലോ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു തോട്ടൊക്കെ തന്നിട്ടുള്ളത്. സോ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. ഇപ്പം നമ്മൾ രണ്ടാളും നമ്മളിതൊരു അറിയാം, നമ്മുടെ റേഡിയോയ്ക്ക് പോലെ ഒരു പോളിസി ഉണ്ടായിരുന്നു, നോ പൊളിറ്റിക്സ് നോ റിലീജിയൻ എന്നൊക്കെ. അതെ, നമ്മൾ എന്നിട്ടും നമ്മളിങ്ങനെ ഒരു സഭയുടെ ചാനൽ വരുന്നത് നന്ദി കൊണ്ടാണ്. അത് ഒരായുസിന് നന്ദിയാണത്. സോ ഓഫ് കോഴ്സ് ഈ വാല്യൂസ് ഇതെല്ലാം ഉള്ളിലുണ്ട്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും വീട്ടിൽ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്ന സമയത്ത് സ്ട്രോങ് പില്ലേഴ്സായിട്ട് അമ്മയുടെ ജോലിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെയും ഞങ്ങൾക്ക് വളരെ ഇമോഷണലി സപ്പോർട്ട് തന്നും നിന്നത് ഈ CMC സഭയിലെ സിസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ജോസഫ് പറഞ്ഞ പോലെ എൻ്റെ വളർച്ചയുടെ പടവുകളിൽ എനിക്കൊരു ഭയങ്കര സ്ട്രോങ് പില്ലർ പോലെ നിന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരും. ഇനി ടീച്ചേഴ്സ് ആസ് സച്ച്, ഞാൻ അത് ആദ്യം ചോദിച്ചു തുടങ്ങട്ടെ. അമ്മമാർ ടീച്ചർമാരാണ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതരം ലൈഫാണ്. എൻ്റെ അനുഭവം പറയുന്നതിന് മുന്നേ ഞാൻ ജോസഫിൻ്റെ ചോദിക്കുകയാണ്, അമ്മയും അപ്പനും ടീച്ചേഴ്സായിരുന്നു. ടീച്ചർമാർ വളർത്തുന്ന പിള്ളേരുടെ പ്രത്യേകത എന്താണ്? എന്താ പറയുക, നമ്മൾ സൊസൈറ്റിയുടെ ഒരു സർവേലൻസിൽ പെടുന്ന ആളുകളാണ് ബൈ ഡിഫോൾട്ട്. അതെ, എനിക്കുള്ളൊരു ആഡഡ് പ്രശ്നം, എൻ്റെ അപ്പച്ചൻ കാറ്റീസ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു 40 കൊല്ലം. അപ്പോൾ നമുക്ക് മോറലിയും ജീവിക്കണം, നല്ലവനായിട്ട് ജീവിക്കണം, അതുപോലെ പരീക്ഷകളും നല്ല മാർക്ക് വാങ്ങിക്കണം. ഇപ്പം നമ്മൾ കൂട്ടുകാരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു പെൺകൊച്ചു പോകുമ്പോൾ ചിലപ്പോൾ ഒരുത്തനൊരു കമൻ്റ് അടിക്കും. അവള് ഒരുപക്ഷെ പറയാൻ പോകുന്നത് ജോസാറിൻ്റെ മോനും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉറപ്പായിട്ട് നമുക്ക് വിസിലടിക്കാൻ പോലും അവരോട് വന്ന് അപ്പോൾ ഈ ഒരു ജഡ്ജ്മെന്റിലാവും. ഇപ്പം ഞാൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ജോസഫ് നീ ഒരു പ്രസംഗം പറയണം, അപ്പച്ചൻ നല്ലപോലെ പ്രസംഗിക്കുന്ന ഒരാളല്ലേ. അതായത് ഒരു എക്സ്പെക്ടേഷൻ, ഈ സിനിമാ താരങ്ങളുടെ മക്കൾ അവരുടെ ലെവലിലേക്ക് വരുമെന്നുള്ള അതേ ഒരു സർവേലൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. നമ്മൾ എവിടെയൊക്കെയോ ചിലർ മാറി എന്തൊരു സിഗരറ്റ് വലിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ തടഞ്ഞത് അപ്പനും അമ്മയും എന്നുള്ളൊരു ചിന്തയാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇടി കൂടാൻ പോകുമ്പോൾ അയ്യോ നമ്മൾ മാറി നിൽക്കണം എന്ന്
നന്മയെ പ്രതിയൊന്നല്ല, അപ്പനമ്മയെ പ്രതിയാണ്. പക്ഷെ അപ്പനമ്മയും പ്രതി ചെയ്ത കാര്യങ്ങൾ നന്മയായിരുന്നു എന്ന് ഇന്ന് തിരിച്ചാലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട്. സോ എപ്പോഴും നമ്മളിങ്ങനെ ഒരു കൺട്രോൾഡ് ആയിരുന്നു. അപ്പനമ്മയെ നിയന്ത്രിച്ചിട്ടില്ല. അവർ ഭയങ്കര സ്വാതന്ത്ര്യം നൽകിയ മനുഷ്യരാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു നിയന്ത്രണം അവർക്ക് വേണ്ടി ഒരു സാധനം ഉണ്ടായിരുന്നു. എനിക്ക് അമ്മ നിയന്ത്രണങ്ങൾ തരെയല്ല ചെയ്ത ഒരു സെന്റൻസ്, നീ എന്ത് ചെയ്താലും നിന്റെ അപ്പനും അമ്മയും അത് കണ്ടു നിൽക്കുന്നുണ്ടെന്ന് നീ ആലോചിച്ചിട്ട് ചെയ്യണമെന്ന്. അപ്പനും അമ്മയും കണ്ടു നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് ഉള്ളതിനേക്കാളും ഉപരി അമ്മ ഒരു ബ്ലാങ്കറ്റ് ക്ലോസ് തന്ന്. ഇത് ആക്ച്വലി സെൻ പാരമ്പര്യത്തിൽപ്പെടുന്ന ഒരു കഥയാണ്. ഒരു കള്ളൻ ഒരു സെൻ ഗുരുവിൻ്റെ വീട്ടിൽ മോഷ്ടിക്കാൻ ചെന്നു. സെൻ ഗുരുവിന് ഇവിടെ ഒന്നും ഇല്ലെന്ന്. കള്ളനെ എല്ലാം നോക്കി ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ പുള്ളി തിരിച്ചു പോണേർത്ത് മോനെ നിങ്ങൾ വന്നേന്ന് പറഞ്ഞു. അപ്പോൾ കള്ളൻ ഞെട്ടി, മോനെ ഇവിടെ ഒന്നുമില്ല, എന്തായാലും ഇവിടെ വരുന്ന ആളുകൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ട് വിടാറുള്ളൂ, ഒരു ഉപദേശം തരാം, നാളെ മുതൽ നീ മോഷ്ടിക്കാൻ പോകുമ്പോൾ നീ മോഷ്ടിക്കുകയാണെന്നുള്ള ബോധ്യത്തോടു കൂടി മോഷ്ടിക്കണം എന്ന് പറഞ്ഞു. 2 ആഴ്ചയായപ്പോൾ ഈ കള്ളൻ വെള്ളം അടിച്ച് വന്ന് ഗുരു ഇറങ്ങി പാടം അങ്ങോട്ട്. എനിക്കിപ്പോൾ മോഷ്ടിക്കാൻ പറ്റില്ല, മോഷ്ടിക്കാൻ പോകുമ്പോൾ ഞാൻ എന്തോ മോഷ്ടിക്കുകയാണെന്നുള്ള ബോധ്യം എൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ ആ കള്ളൻ്റെ മുമ്പിൽ ബുദ്ധ എന്ന് വിളിച്ചിട്ട് ഈ ഗുരു തല കുമ്പിടുകയാണ്. അങ്ങനെ ഒരു കഥ ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഈ കഥയിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന് എനിക്കറിയാറില്ല. എന്തായാലും ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇത് അറിയാതെ എൻ്റെ തലയിലേക്ക് വരും, അപ്പനും അമ്മയും കണ്ടാൽ. കാരണം പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പല തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടങ്ങളിലും എന്നെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടെൻ്റെ അപ്പം നിന്നാൽ അമ്മ നിന്നാൽ അവർക്കിത് പ്രീതികരമാണോ അല്ലയോ. ചിലതൊക്കെ പിന്നെ നമ്മൾ അനുസരണക്കേട് കൊണ്ട് ഇപ്പോൾ പ്രീതികരം അല്ലെങ്കിലും അല്ല സ്വാഭാവികമായിട്ടും കുഴപ്പമില്ലാത്തവർക്ക് പോകാറുണ്ട്. ഇനി ഈ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഇപ്പം ജോസഫ് എന്ന് പറഞ്ഞ സെമിനാരിയിലേക്ക് പോയിട്ടുള്ള ഒരാളാണ്. ഞാനും ഒരുപാട് ദൈവിക മൂല്യങ്ങളിൽ വളർന്ന ഒരാളാണ്. പള്ളിപ്പോക്ക് തൊട്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ വീട്ടിൽ ആദ്യം എനിക്കറിയില്ല, ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോയ ഒരു കാലം വലുതായി കഴിഞ്ഞിട്ടായിരിക്കണം. ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരുന്നൊരു സമയമാണ്. അപ്പോൾ ഈ വളർച്ച, ആ ഒരു പള്ളിപ്പോക്ക്, ആ ഒരു കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അത് എത്രത്തോളം ജോസഫിനെ പിന്നീട് വളർന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അന്ന് ഓർഗനൈസ്ഡ് ആയിട്ട്, അന്ന് ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ളൊരു കാര്യം, ആ ചെറുപ്പത്തിലെ ആ വളർച്ച, ആ ഒരു ഷേപ്പിംഗ് അപ്പ് വലുതായപ്പോൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുരിശി കിടക്കുമ്പോൾ കള്ളയ്ക്ക് കുത്തിയവന് പോലും കാഴ്ച കൊടുക്കുന്ന ഒരാൾ, കള്ളനാണ് വലതുവശത്ത് കിടക്കുന്നത്. ആ കള്ളൻ ചോദിക്കുകയാണ്, മൊമെന്റിൽ അയാൾക്ക് കുറ്റബോധം ഉണ്ട്. അയാൾ പറയാണ്, ഞാൻ ഭാവിയാണ്, നിങ്ങൾ ദൈവത്തിലാണെങ്കിൽ വിശ്വസിക്കുന്നു, എനിക്ക് എൻട്രി കിട്ടുമോ സ്വർഗത്തിൽ, വേറെ ക്വസ്റ്റ്യനൊന്നും ഇല്ലാണ്ട് നീ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ക്രൈസ്റ്റ് എനിക്ക് ഭയങ്കരമായൊരു അട്രാക്ഷൻ, എൻ്റെ ലൈഫിനെ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം ബയോയില് ഞാൻ എഴുതിയിരിക്കുന്ന ഐ സറണ്ടർ എന്നാണ്. എനിക്ക് എൻ്റെ ഏക പ്രാർത്ഥന ഐ സറണ്ടർ എന്നുള്ളതാണ്. അപ്പം കാറ്റഗിസൈഡ് മാസ്റ്റർ ആയിരുന്ന ഫാദർ കുട്ടിക്കാലത്തെ വേദോപദേശം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഏറെക്കുറെ അവിടെ കിട്ടിയിരുന്നവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിരുന്നു ഒരു ഡിസിപ്ലിനൊക്കെ. യഥാർത്ഥത്തിൽ ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി എത്രയോ നമുക്ക് സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്നുള്ളൊരു ബോധ്യം കാറ്റഗിസം ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഇന്ന് തിരിഞ്ഞാലോചിക്കുമ്പോൾ ഓഫ് കോഴ്സ് അന്ന് പക്ഷെ അങ്ങനെ പറഞ്ഞ പിള്ളേർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ, ഐ എം നോബഡി ടു ജഡ്ജ്. പക്ഷെ അന്ന് ഇങ്ങനെ നമുക്ക് ഒന്നാം സൂര്യദോസ് നടന്നത് എവിടെ, അത് എവിടെ, ഇതൊന്നും ഓക്കെ സഭയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ബട്ട് അതിനിടയിൽ നമ്മൾ സഭയെ ഇങ്ങനെ മുറുക്കി പിടിച്ചപ്പോൾ വിരലുകൾക്കിടയിലൂടെ ക്രിസ്തു ചോർന്നു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഒരു ബേസ് സഹായിച്ചിരുന്നു പള്ളിയിൽ പോകാൻ. പക്ഷെ എന്നെ ഏറ്റവും സഹായിച്ചിട്ടുള്ളത് ക്രിസ്തു എന്ന മനുഷ്യനെ നമ്മളിങ്ങനെ സ്വയം ഫോക്കസായി കൂടുതൽ അറിഞ്ഞ് വായിച്ച് ഞാൻ തന്നെ റീഡിസ്കവർ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നിട്ടുള്ള. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു തോട്ട് പ്രോസസ്സുള്ള, സ്വന്തമായിട്ട് സ്റ്റാൻഡുള്ള ഒരാളാണ് ജോസഫ്. അത് ജോസഫിൻ്റെ വീഡിയോസ് നോക്കുകയാണെങ്കിലും ജോസഫിൻ്റെ ടോക്സ് കേൾക്കുകയാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രത്യേകത, either people will like you or people will hate you because you have a character. അപ്പം ആസ് എ യങ് മാൻ ഈ ഇത്തരം ജഡ്ജ്മെൻറ്റ്സ്, ആളുകളുടെ ഇത്തരം ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻസ് ആണെങ്കിലും എല്ലാം ജോസഫ് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? ഉള്ളിലോട്ട് ജോസഫിനെ ഹേർട്ട് ചെയ്യാതെ ഈ ചെവി കൂടെ കളയുന്ന പ്രോസസ് അതെന്താണ്? വിമർശനങ്ങൾ നമുക്ക് വേദന ഉണ്ടാക്കും എന്നുള്ളത് ട്രൂത്താണ്. ഇപ്പൊ ഏതെങ്കിലും സെലിബ്രിറ്റി പറയുകയാണെങ്കിൽ എന്നെ കുറിച്ച് എന്താ ബോധം വന്നാലും ഞാനേ തള്ളിക്കളി എന്ന് പറഞ്ഞാൽ അയാൾ യോഗിയുടെ അത്രയും ഒരു സന്യാസിയുടെ അത്ര അയാൾ വളർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ നുണ പറയുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ക്വാളിറ്റി ആണെങ്കിൽ ചിലപ്പോൾ ഇതിനിങ്ങനെ വിമർശനങ്ങളുടെ മഴയത്ത് നിന്നാൽ ഞാൻ എൻ്റെ ചേമ്പിലയാണെന്ന് കരുതുന്ന
ഞാൻ നനയില്ല, എൻ്റെ മേത്ത് തട്ടിയെ തിരിച്ചു പോകുന്നുള്ള വിശ്വാസമുള്ളവരാണെങ്കിൽ വാവ്, മാസീവ് റെസ്പെക്ട്. എനിക്ക് വിമർശനങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇവനിങ്ങനെ ഓരോന്ന് വെറുതെ പറഞ്ഞ് നടക്കുകയുള്ളൂ. എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്കുള്ള ചില അനുഭവങ്ങളാണ്. നമ്മൾ പറഞ്ഞൊരു കാര്യത്തെ പ്രതി ഇപ്പം ഇന്ന് ലിറ്റിൽ ഫ്ലവർ കോളേജ് ഗുരുവായൂർ ടോക്കിന് പോയി. അപ്പം ഞാൻ അവിടെ സിസ്റ്റേഴ്സിനെ വെൽക്കം ചെയ്തു, സ്റ്റുഡൻസ് ഒക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഒരു കുട്ടി വരുന്ന ബുക്കിൽ സൈൻ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ സൈൻ ചെയ്യാം. സൈൻ ചെയ്തിട്ട് അവരിങ്ങനെ കരയാണ്, ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നു. ഒരു വാക്കുപോലും ഫിനിഷ് ആവുന്നില്ല. ഞാൻ ഇങ്ങനെയാണ് വാക്കുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റിയെന്ന് ചോദിച്ചതും അവർ തോളത്തെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവർ നേരെ എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് അവരിങ്ങനെ ഉറക്ക കരയാണ്. ഉറക്കെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ മൃതശരീരത്തിനരികിൽ നിന്ന് ഒരാൾ എത്രത്തോളം ഉറക്കമാവിട്ട് കരയോ അതുപോലെ അവർ കരയാണ്. ടീച്ചിങ് സ്റ്റാഫും വിദ്യാർത്ഥികളും സ്റ്റണ്ടായിട്ട് നിൽക്കുന്നു. ഞാൻ അവരെൻ്റെ തോളത്തേക്ക് ചാഞ്ഞ് ഞാൻ അവരുടെ തലയിൽ ഇങ്ങനെ പിടിച്ച് ഞാൻ കുറച്ചിറങ്ങി നിന്നു. അവരിങ്ങനെ ഉറക്ക കരയാണ്. കുറച്ചേരം കഴിഞ്ഞ് അവരൊരു കടലാസ് എടുത്തിട്ട് എൻ്റെ പോക്കറ്റിൽ തന്നു. വായിക്കണം എന്ന് പറഞ്ഞ് അവരിങ്ങനെ നിന്നവർ പോയി. ഞാൻ ടോക്ക് കഴിഞ്ഞ് നമുക്ക് അതിനുശേഷം ഇന്നിവിടെ ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ നേരെ വീട്ടിൽ ചെന്ന് ആദ്യം ഇതെടുത്ത് തുറന്ന് വായിക്കുകയാണ്. എവിടെയൊക്കെയോ മരണത്തെ മുന്നിൽ കണ്ടൊരു മൊമെൻറ്റിൽ നമ്മൾ എന്നോ ചെയ്തൊരു വീഡിയോ അവരുടെ സജഷനിൽ വന്നു വരുന്നു. അവർ വീണ്ടും ജീവിക്കാൻ തീരുമാനിക്കുന്നു. ആ പെൺകുട്ടി അന്ന് കണ്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് സെക്കൻഡറിയാണ്. ആ പെൺകുട്ടി ഇന്ന് ജീവിക്കുന്നുണ്ട്. അതാലോചിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ കരള് മാറ്റിവെക്കാൻ കുറേ വിദ്യാർത്ഥികൾ ചേർന്ന് അവരുടെ അധ്യാപകൻ്റെ കരൾ മാറ്റിവെക്കണം. അപ്പോൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ജോസഫ് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കുമ്പോൾ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എൻ്റെ ഒന്ന് തന്നെയാണ്. എനിക്ക് വേണമെങ്കിൽ കരൾ കൊടുക്കാം. ധൈര്യമില്ല. പക്ഷേ നമുക്ക് കുറച്ച് റിസ്ക് ഇൻവോൾവ് ആണ്. ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്യാം. ഞാൻ വളരെ ഇമോഷണലായിട്ട് പറഞ്ഞു എനിക്ക് ധൈര്യമില്ല. പക്ഷെ നിങ്ങൾ ആരെങ്കിലും മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ജീവിതം എന്തിനെന്ന് തോന്നി ആത്മഹത്യയുടെ വക്കിലേക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാൾക്ക് ജീവൻ കൊടുക്കാനുള്ള ദൈവതുല്യമായ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുകയാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു അധ്യാപകൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് അതിനകത്ത് പങ്കാളിയാവാം. ഇതാണ് അഡ്രസ്സ് എന്ന് പറഞ്ഞു. 7ഓളം പേര് കരൾ കൊടുക്കാൻ വന്നു. 7 പേര് ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ട് വന്നവരോട് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ 3 പേര് നമ്മുടെ വീഡിയോ കണ്ട് വന്നവരാണ്. തനിക്ക് കരൾ കൊടുക്കാൻ പറ്റുമോടോ? ഇല്ല. പക്ഷെ താൻ മൂലം ഒരാൾക്ക് കരൾ കിട്ടിയോ? കിട്ടി. എനിക്ക് കരൾ കൊടുക്കാൻ പറ്റാത്തതിനോട്ട് നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞോ? ഭീരു, പറഞ്ഞ കാര്യം ജീവിതത്തിൽ ഇല്ലാത്തവൻ. കഴിവില്ല, ധൈര്യമില്ല. പക്ഷെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഇതാണ് വിമർശനങ്ങളോടുള്ള എൻ്റെ ഒരു മറുപടി.